ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ ചായ വയ്ക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ചോറ് ഇന്ന് മുറ്റത്ത് തീ കത്തിച്ചിട്ടില്ല, തേനീച്ച വരുന്നുണ്ടെന്നൊക്കെ പറയുന്ന ചേട്ടൻ എന്തായാലും മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് കയറി. 5:30 തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എല്ലാ ജോലികളും തീർത്ത് വൈകുന്നേരം ഇപ്പോൾ 2 ദിവസമായിട്ട് ഇത്തിരി നേരത്തെയൊക്കെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ഉഷാറും തോന്നി. രാവിലെ ഒരു 5:15 ആകുമ്പോഴേക്കും 5 മണി 5:15 ആകുമ്പോഴേക്കും തനിയെ എന്നെ കണ്ണ് തുറക്കും കേട്ടോ. അപ്പോൾ അത് കാരണം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറ് ഇന്നലെ കുറച്ചധികം കൂടുതൽ വന്നു. അപ്പോൾ പൂച്ചക്കുട്ടന്മാർക്കുള്ളത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്, എന്നാലും ചോറുണ്ട്. ഇത് ഇനി ഇന്നത്തെ ചോറിൽ ഇടാനായിട്ട് പറ്റൂല ആ ഒരു കണ്ടീഷൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ അത് എത്ര ചോറുണ്ടെന്നുള്ളത് അളന്നെടുക്കുകയാണ്. അപ്പോൾ 4 കപ്പ് ചോറാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ റേഷൻ അരിയിൽ വെള്ള അരിയാണ് കേട്ടോ. അപ്പോൾ അത് പിറ്റേ ദിവസം തിളപ്പിച്ച് ഊറ്റി കഴിക്കാനൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, കഴിക്കാനേ പറ്റില്ല കേട്ടോ. കളയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ കളയാനായിട്ടൊരു വിഷമം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അത്ര തന്നെ അളവിൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തത്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഗോതമ്പ് പൊടിപ്പിച്ചത്, കഴുകിയൊക്കെ ഉണക്കി പൊടിപ്പിച്ചതാണ്. സൺഡേയിൽ കൊണ്ടുവച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ ഞാൻ ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഒരു കിടാവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അറിയില്ല അല്ലേ, കുട്ടി ഇങ്ങനെ സ്കൂട്ടറും കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് കയറി പോന്നു. ഇടയ്ക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ നിർത്തി നടക്കൽ ഒഴിവാക്കപ്പെടാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അത് കാരണം ആ ഗോതമ്പാകുമ്പോൾ നമ്മളിങ്ങനെ ചോറൊക്കെ കൂട്ടണം നല്ലതാണ്. അപ്പം അത്ര തന്നെ അളവ് ഗോതമ്പും ചോറും ഒരേ അളവിലെടുത്തിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ചായ പകർത്തി കുടിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു 2 കയ്യിലൊക്കെ വെച്ച് വളരെ കുറവ്, നമ്മുടെ മിക്സി ജാറിൻ്റെ 1/4 മാത്രം എടുത്തിട്ട് ക്രഷ് ചെയ്യുക. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട, ശരിക്ക് കുഴച്ചെടുത്ത പോലെ ആവും കേട്ടോ. നമ്മൾ ഇത്തിരി കൂടുതൽ പ്രാവശ്യം ആയിട്ടുണ്ടെങ്കിൽ ശരിക്കും അതങ്ങനെ അതേ കണ്ടില്ലേ, നമ്മുടെ കുഴക്കണ മെഷീനൊക്കെ വാങ്ങിക്കുന്നത് ഇല്ലേ, അതിൽ ആക്കിയ പോലെ. പക്ഷേ ഇതിൽ കുറേശ്ശേ പറ്റുള്ളൂ, അതിലൊക്കെ ഒരുമിച്ചിടാലോ, ഇതിൽ ഇത്തിരിശല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഓരോ ഉരുളകളാക്കിയിട്ട് ഓരോ ബൗളിലേക്ക് മാറ്റി ബാക്കിയുള്ളതും കൂടി എടുത്ത് എല്ലതും അങ്ങനെയാക്കി. പിന്നെ പലഹാരം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ചേട്ടൻ ഭയങ്കരമായിട്ട് ക്ഷണിച്ചു കേട്ടോ. അപ്പം ഞാൻ രാവിലെ പലഹാരം ഉണ്ടാക്കുമ്പോൾ ആൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കാൻ എന്തായാലും വരും. അപ്പോൾ തന്നെ ആൾ 1 2 എണ്ണമൊക്കെ അവിടെ നിന്ന് തന്നെ കടിച്ച് കഴിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടം അങ്ങനെ കഴിക്കാൻ. കറിയൊന്നും ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വൈകുന്നേരം വന്നിട്ടുണ്ടാക്കുമ്പോൾ പിള്ളേരുടെ വിശപ്പും ഒക്കെ മാറി ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വന്ന് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും വരുമ്പോഴും തളരും, പിന്നെ ഉണ്ടാക്കുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ രാവിലെ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്കുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ ഒരു റൊട്ടീനായിരുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്നത്. ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു കുട്ടിയോട് ഇങ്ങനെ ഭയങ്കര പ്രായമാവണമെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 വീഡിയോകൾ പെൻഡിങ് ഉണ്ട് കേട്ടോ. ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് ആ വീഡിയോകളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതെല്ലാം കുഴച്ചെടുത്ത് ഓരോ ഉരുളകളായിട്ട് മാറ്റിയിട്ടാണ്. അപ്പോൾ ചോറ് ഇന്ന് ഇൻഡക്ഷനിലാണ് വെച്ചത്, തിളക്കിയേ വേണ്ട കേട്ടോ, പെട്ടെന്നാവും. കുറച്ച് നേരം ഒന്ന് തെർമൽ കുക്കറിൽ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഓരോ ഉരുളകളാക്കി മാറ്റാണ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത, ഇത് സിലോൺ പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സിലോൺ പൊറോട്ടയുടെ യഥാർത്ഥ റെസിപ്പി ഉണ്ടാക്കുന്നത് മൈദയിലാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുമ്പോൾ എപ്പോഴും പൊടി ഇട്ടിട്ടല്ലേ റെഡിയാക്കുക. ഇത് നമ്മൾ ഓയിൽ കൈമ തടവിയിട്ട് അങ്ങനെ വേണം ചെയ്യാൻ, പൊടി എടുക്കരുത് കേട്ടോ. അങ്ങനെയാണ് 2 പ്രത്യേകത. അപ്പോൾ ഇത് ഗോതമ്പ് സിലോൺ പൊറോട്ട എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി ഞാൻ എപ്പോഴെങ്കിലും മൈദ വെച്ചിട്ട് തന്നെ കറക്റ്റായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. മൈദ ഇരിപ്പുണ്ട്, അപ്പോൾ എപ്പോഴെങ്കിലും അത് ഇടാം. ഇനി അടുത്ത ആഴ്ച അങ്ങനെ ആവട്ടെ. ഈ ആഴ്ച ഇപ്പോൾ ഇങ്ങനെ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയില്ലേ. ഇതിലേക്കുള്ള കറി ഉരുളക്കിഴങ്ങും സവോളയാണ്. അപ്പോൾ അതിൽ 2-3 ഉരുളക്കിഴങ്ങും ഒരു സവോളയും പച്ചമുളകും ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില തരണ ചേച്ചിയോട് സ്ഥിരം വീഡിയോ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേപ്പില തരാനായിട്ട്. അപ്പോൾ അതാ വേറെ ചേച്ചി ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന്, ചേട്ടൻ്റെ ജോലി സ്ഥലത്തുനിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലും അതുപോലെ നാളികേരം കൊടുത്തു വിട്ടിട്ടുണ്ട്. നാളികേരം ഇല്ലയെന്ന് പറഞ്ഞ കാരണം, ഇല്ലയെന്ന് പറഞ്ഞിട്ടല്ല, നമ്മുടെ വ്ളോഗ് കണ്ടിട്ടുണ്ടോ എങ്ങനെയാണെന്നറിയില്ല, എന്തായാലും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു 2-3 നാളികേരം കറിവേപ്പിലയും ഒക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് കറിവേപ്പില കിട്ടിയാലും ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി മൂപ്പിച്ച് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി ജീരകത്തിൻ്റെയും ഗരം മസാലയൊക്കെ പൗഡർ ഇത്തിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇത് പുതിയതായിട്ട് പാചകം ചെയ്യണവരാണെങ്കിൽ ഇതൊക്കെ ഈ പൊടികൾ ഫസ്റ്റ് തന്നെ ഇടുമ്പോൾ കരിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാത്രത്തിലേക്ക് ഈ മസാലകളൊക്കെ ഒരുമിച്ചിട്ടിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാനേ പാടുള്ളൂ. വെള്ളം ഒരിക്കലും ലൂസാവാൻ പാടില്ല. എന്നിട്ട് ആ കുഴച്ചെടുത്ത പരുവം ഈ പൊടികൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് മൂപ്പിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരിക്കലും കരിയില്ല. അപ്പോൾ പാചകം ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ എൻ്റെ പ്രായമുള്ളവർക്കൊക്കെ അത് എക്സ്പെർട്ടായിട്ടുണ്ടാവും. സ്ഥിരമായിട്ട് നമ്മളിതൊക്കെ തന്നെയല്ലേ ചെയ്യണത് അല്ലേ. അപ്പോൾ വർത്തമാനം പറയണതിൻ്റെ ഇടയിൽ ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ കറിയിലൊരു പ്രത്യേകത അത് തന്നെയാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഒരു ഉരുളക്കിഴങ്ങ് കറി എന്ന് പറയാം. ഇതിൽ ഞാൻ ഇത്തിരി കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. അമ്മ അത് ചേർക്കില്ല കേട്ടോ. ഒട്ടും ഇത്തിരി കുഴമ്പ് രൂപത്തിൽ തന്നെ എടുക്കുക. മല്ലിപ്പൊടി ഇത്തിരി കൂട്ടിയിടും അമ്മ. അങ്ങനെ അതൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് വെച്ചത് റെഡിയാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കണ്ട് ഇത്തിരി ചാറ് വേണമല്ലോ, നമുക്ക് ഈ സിലോൺ പൊറോട്ട കൂട്ടി കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചങ്ങാട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 2-3 വിസിലടിക്കുക. ഇത്തിരി ചുടയണതൊക്കെ തന്നെയാണ് നല്ലത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ വെച്ചാൽ ഇത് ഉപ്പേരിയായിട്ട് കൂട്ടി ചോറിനും കഴിക്കാം നമുക്ക് ഈ മസാലക്കറി. എന്നാൽ അത് തന്നെ പോരല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പരിപ്പും മുരിങ്ങയ്ക്കയും തക്കാളിയും കൂടി എടുത്ത് ഒരു ചാറ് കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തോ ഇന്നലെ ഇത്തിരി മുരിങ്ങയ്ക്ക കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്ക് നല്ല റേറ്റാണ് അല്ലേ. പക്ഷേ എന്തോ മാർക്കറ്റിൽ നിന്ന് വൈകുന്നേരം പോരണ നേരത്തൊക്കെ വാങ്ങിക്കണോണ്ടാകുന്നതുകൊണ്ട് ചില പച്ചക്കറികളൊക്കെ നല്ല റേറ്റ് കുറവിന് കിട്ടും കേട്ടോ. 7 മണി 7:30 ആയതുകൊണ്ടായിരിക്കാം കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി റെഡിയാക്കി നമ്മുടെ കുഞ്ഞു കുക്കറിലിട്ട്, കുഞ്ഞു കുക്കറിൻ്റെ ഉള്ളിലെ കറുപ്പ് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. ഒരു ദിവസം പുട്ടുണ്ടാക്കിയപ്പോൾ അടി പിടിച്ചതാണ് വെള്ളം കുറഞ്ഞിട്ട്. ഇനി അത് ഉറച്ചുറച്ച് എപ്പോഴെങ്കിലും കളയണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാണുമ്പോൾ എന്തോ ഒരു വിഷമമാണ് എനിക്കത്. അതിൽ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. പരിപ്പ് അടുപ്പത്തിടുമ്പോൾ നമ്മൾ ഉപ്പിടില്ലല്ലോ. അങ്ങനെ അത് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് കുറച്ച് നേരം ആ കുക്കറിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അത് കാരണം ഇപ്പോൾ തുറന്നിട്ടില്ല, അതിൻ്റെ എയർ പോകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായയും കൂടി ഇത്തിരി വെക്കണം എന്ന് തോന്നിയിട്ട് ആ പിള്ളേർക്ക് വരുമ്പോൾ ചിലപ്പോൾ കുടിക്കും. അപ്പോൾ ഇത്തിരി വെച്ചേക്കണം എന്ന് തോന്നി. പാൽച്ചായ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പാൽച്ചായ ആയാലും ഇങ്ങനെ കുടിക്കൊന്നുമില്ല, മധുരം ഇടാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ പൊറോട്ട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പ് റെഡിയാക്കി ഒന്നൊക്കെ കഴുകി വൃത്തിയാക്കി അതെടുത്തു. സത്യം പറഞ്ഞാൽ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് പരത്തുന്നത് ഒട്ടും എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ. ശരിക്കും പറയാന്ന് വെച്ചാൽ മാറ്റ് ഉണ്ടല്ലോ, മാറ്റ് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ നല്ലത്. എന്നാലും പിന്നെ പൊറോട്ട സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കൗണ്ടർ ടോപ്പിലിട്ട് ചെയ്യാൻ തന്നെയാണ് പറ്റുള്ളൂ. നമുക്ക് ചപ്പാത്തിയുടെ പലകയിലിട്ടിട്ട് ആക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനി തപ്പും പിടിയിലൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതേപോലെ കുറച്ച് പരത്തിയിട്ട് ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്നും കൂടി പരത്തുക. ഇതോട് പരത്താൻ ഒരു നിർബന്ധമില്ല, കൈ വെച്ചിട്ട് ഓയിലിൽ കൈ മുക്കിയിട്ട് അങ്ങനെ പരത്തിയാലും മതി. ഇതാണ്. അപ്പോൾ അധികം അങ്ങോട്ട് അമർത്തി കൊടുക്കാൻ പാടില്ല, ആ ലെയർ കിട്ടണമെങ്കിൽ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മൈദയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇത് ഗോതമ്പിലാകുമ്പോൾ അത്ര കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ചപ്പാത്തിയേക്കാൾ എളുപ്പമാണ് ഈ ഒരു പരിപാടി എനിക്ക് തോന്നാറ്. സിലോൺ പൊറോട്ടയാണ് കുറച്ചും കൂടി എളുപ്പം. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കണത്, എൻ്റെ ഒരു കാര്യം കേട്ടോ. പിന്നെ മൈദയിൽ ഉണ്ടാക്കാൻ എന്തായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഉണ്ടാക്കി നോക്കിയോളാം. പറഞ്ഞ് ബോറടിപ്പിക്കുക അല്ലേ ഞാൻ. പോട്ടെ. അപ്പോൾ അങ്ങനെ ഞാനിത് പരത്താണ്. അപ്പോൾ ചേട്ടനോട് ഞാനതൊന്ന് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ചേട്ടൻ അവിടെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വരും. ഇപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിൻ്റെ കിടക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. ചിലപ്പോൾ വെള്ളം നനയ്ക്കാനൊക്കെ ചെടികൾക്കൊക്കെ നനയ്ക്കാൻ പോകുന്നുണ്ടാവും. അപ്പോൾ ചില നേരത്ത് നോക്കിയാൽ കാണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രം അടുപ്പത്തേക്ക് വെച്ച് ഇത്തിരി ഓയിൽ തടവിയിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. ഇത്തിരി കൂടുതൽ ഓയിലൊക്കെ ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഇട്ടിട്ട് വേണം കേട്ടോ വേവിക്കാനായിട്ട്. പിന്നെ ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് വല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാലൊക്കെ മതിയാവും കേട്ടോ. അപ്പോഴാണ് ഇത് നല്ല പെർഫെക്റ്റായിട്ട് പൊന്തി ഒക്കെ കിട്ടുക. നല്ല പൊളച്ച് വരും കേട്ടോ. പൊളച്ച് വരുന്ന ഭാഗം ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടാവുമോ, ഓർമ്മയിൽ ഉണ്ടെങ്കിൽ കാണാം. അപ്പം അങ്ങനെ ഈ നല്ലൊരു ബ്രൗൺ കളറ് വരുന്ന വരെ നമ്മൾ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഗോതമ്പ് ഇങ്ങനത്തെ റേഷൻ കടയിൽ നിന്നുള്ള ഗോതമ്പ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റേ പൊറോട്ട പോലെ തന്നെ ഇങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. 2-3 ആകുമ്പോൾ അങ്ങനെ ചേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ അത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വേഗം പരത്തി വെക്കാമല്ലോ ചേട്ടൻ ഉണ്ടാക്കണോടുകൂടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ കറികളുടെ പരിപാടിയും കൂടി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നോക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞോടുകൂടി ചേട്ടനെ പോകേണ്ട നേരമാവും. അപ്പോൾ കറികളായില്ലെങ്കിൽ ശരിയാവില്ലല്ലോ, പലഹാരം മാത്രം പോരല്ലോ. അപ്പോൾ അങ്ങനെ ചേട്ടൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അത് ഉണ്ടാക്കലും അത് കഴിക്കലും ഉണ്ട്. എന്തായാലും അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നുണ്ട്, എന്താ ഉദ്ദേശമാവോ.
അങ്ങനെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 2 ഒക്കെ ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ നമുക്ക്, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ഇട്ടിട്ട്. അടുപ്പത്ത് തന്നെയാണ് കുറച്ചും കൂടി എനിക്ക് നല്ലത് തോന്നുന്നത്. പണ്ട് തൃശ്ശൂർ വീട്ടിലുള്ളപ്പോൾ ഞാൻ അടുപ്പത്തൊക്കെ വയ്ക്കാറുണ്ട്. അവിടെ ഞാൻ ആദ്യം കുറേ നാളൊക്കെ തീ കത്തിച്ചായിരുന്നു. പിന്നെ അവസാനമായപ്പോഴേക്കും പുകയുടെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ തീ കത്തിക്കലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ പുക പിടിച്ച് അടുക്കളയൊക്കെ കറുത്ത് ആകെ വല്ലാണ്ടായിട്ട്. ചൊക്ക അടുക്കള തന്നെയാണല്ലോ, പുകയില്ലാത്ത അടുപ്പൊന്നും ആയിരുന്നില്ല. അങ്ങനെതാ ഞാൻ ഒക്കെ എടുത്ത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ചേട്ടൻ അത് എടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും പൊട്ടിപ്പോവും. അത് പത്തിരി ഉണ്ടാക്കുമ്പോഴായാലും എന്തുണ്ടാക്കുമ്പോഴായാലും എടുത്തതിലേക്ക് ഇടാനായിട്ട് അങ്ങനെ അറിയില്ല. ഇട്ട് കൊടുത്താൽ അതിങ്ങനെ ഒന്ന് കരിയാണ്ട് വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതെങ്കിൽ അത് നമുക്ക് അത്ര ഒരു സഹായമായില്ലേ, അപ്പോൾ അത്രയും ഒരു സമയ ലാഭമായില്ലേ എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അത് 2-3 ഒരുമിച്ച് പരത്തി വെച്ചിട്ട് പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ഇതാ തുറന്ന് നോക്കി. അപ്പോൾ അത് അത്ര അങ്ങോട്ട് എയർ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്, വെന്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ വെറും 1 ടീസ്പൂണ് മാത്രം കോൺഫ്ലവർ കലക്കി ഒഴിച്ചു കേട്ടോ, ഒരു തിക്ക് ഗ്രേവി കിട്ടാനായിട്ട്. എൻ്റെ വിചാരം പണ്ടൊക്കെ 2-3 ടീസ്പൂൺ കോൺഫ്ലവറൊക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ മുന്നൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, കോൺഫ്ലവർ ആയാലും ഓവർ ഒഴിച്ചാൽ ടേസ്റ്റി അല്ല. 1 ടീസ്പൂൺ മാത്രം കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ അത് നല്ല കുറുതായി കട്ടയാവും കേട്ടോ. പിന്നെ അതേ നിറയെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞു നമ്മുടെ പരിപാടി കഴിഞ്ഞു, മസാലക്കറിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ സിലോൺ പൊറോട്ടയും ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ചോട്ടെ, അത്രയ്ക്കുള്ള പരിപാടി, വേറെ ഒന്നുമില്ല. അപ്പോഴേക്കും അത് ചെയ്യുമ്പോഴേക്കും തന്നെ ചേട്ടൻ വേഗം ഉണ്ടാക്കിയിട്ട് കഴിയും. അപ്പം ഞാൻ വേഗം ഓടി വന്ന് അടുത്തത് പരത്തി കൊടുത്തു കേട്ടോ. അങ്ങനെ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ എന്താ പറയുക, ഈ പരിപ്പും മുരിങ്ങക്കായും കറിയും റെഡി. മുരിങ്ങക്കായ കൂടുതൽ ഇട്ടതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു ഇന്നത്തെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് മുരിങ്ങക്കായ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നാളികേരം കൂട്ടുകാർക്ക് അറിയാലോ, പച്ചരവ് നാളികേരത്തിൽ 2-3 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ഒരിത്തിരി ജീരകവും കൂടിയും ചേർത്ത് അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓവർ അരയാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ കറിയും ഓവർ ലൂസാവാനും പാടില്ല കേട്ടോ. ഇത്രയ്ക്കൊക്കെ ആയപ്പോഴേക്കും ചേട്ടൻ പോണ നേരം ഇനി കുളിക്കാനൊക്കെ പോകണ്ടേ, സമയമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത്ര ആയപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. വേഗം കൂട്ടാനൊന്ന് കാച്ചി ഒഴിച്ചു. കടുകും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ കറി നമ്മുടെ സെറ്റായി. പിന്നെ 3-4 സിലോൺ പൊറോട്ടയും കൂടിയും റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും പരത്തി അത് അവിടെ ചെറിയ തീയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനൊന്ന് തീ ചെറുതാക്കും കേട്ടോ, അപ്പോൾ പിന്നെ കരിയാണ്ട് കിട്ടുമല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ചോറ് വെന്തിട്ടുണ്ടാവും, പോടിപ്പോയി അത് എടുത്തുകൊണ്ട് വന്ന് അതും കൂടി ഊറ്റി വയ്ക്കാൻ കേട്ടോ. അപ്പം ഞാൻ പറയില്ലേ, പെട്ടെന്ന് വേവണ അരിയാണ്, അത് കാരണം കൊണ്ട് തന്നെ വലിയ പാത്രത്തിൽ വേണം ഊറ്റി വയ്ക്കാനായിട്ട്, അതിൻ്റെ ആവിയൊക്കെ പോവാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മട്ടരി കിട്ടാൻ എനിക്കതാണ് ഇഷ്ടം. പണ്ടൊക്കെ വെള്ളരി ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പം എനിക്ക് വെള്ളരി ഇഷ്ടമില്ല. എനിക്ക് മട്ടരിയോടാണ് ഇപ്പോൾ താല്പര്യം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അങ്ങനെ അത് ഊറ്റി അങ്ങനെ വെക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ പൊറോട്ട പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ചോറ് പകർത്തി കൊടുക്കുകയാണ് കേട്ടോ ചേട്ടന്. പൂവാറായി, വേഗം ചോറ് പുറത്തെന്ന് പറഞ്ഞ ബഹളായി അവിടെ. അപ്പോൾ പിന്നെ ഞാൻ ചോറ് ഊറ്റി കഴിയണുള്ളൂ, എന്നാലും വേഗം ചോറ് പകർത്തി. പിന്നെ കറി പാത്രത്തിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അച്ചാറും അത്ര തന്നെയുള്ള. ഉരുളക്കിഴങ്ങ് സത്യം പറഞ്ഞാൽ കൊടുത്തു വിടാൻ മറന്നു പോയിട്ടാണ്. ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കഴിക്കണോണ്ടൊന്നും വിരോധമില്ലല്ലോ, അതും കൂടി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, മറന്നു. ഭാഗ്യത്തിന് അച്ചാറും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ സ്റ്റീൽ പാത്രത്തിലായതുകൊണ്ട് തന്നെ കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല ചൂടാണ്. അപ്പോൾ വേഗം പൈപ്പിൻ്റെ ചോട കാണിച്ച് അടച്ചു. പിന്നെ എല്ലാവർക്കുള്ള ചോറ് പകർത്തിയിട്ട് എനിക്കും ആദിത്യനും ശ്രീകുട്ടനും ഒക്കെ ഉള്ള ചോറ് പകർത്തി ഇത് അടുക്കള പാത്രങ്ങളൊക്കെ കഴുകി തുടച്ചു. ഇന്ന് അതൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല കേട്ടോ, അല്ലാണ്ട് തന്നെ ലെങ്തി വീഡിയോ ആയി എന്ന് എനിക്ക് തോന്നി. നമ്മുടെ സിലോൺ പൊറോട്ടയുടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 2 പൊറോട്ടയും കറിയും കൂടിയും കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ചില ദിവസം എനിക്ക് ചോറൊന്നും കഴിക്കാൻ തോന്നില്ല, പലഹാരം വേണമെന്ന് തോന്നും. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് കറി അതിലൊഴിച്ച് ഞാനിങ്ങനെ മുക്കി കഴിച്ചു കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയില്ലല്ലോ. ലോങ് വീഡിയോയിൽ നമുക്ക് അധികം സബ്സ്ക്രൈബർ ഒന്നും വരുന്നില്ല കേട്ടോ. ഷോർട്ട് വീഡിയോയിൽ ഇടുന്നത് ഓരോ വീഡിയോയ്ക്കും 10, 17, 20 സബ്സ്ക്രൈബർ വെച്ച് കൂടുന്നുണ്ട്. പക്ഷേ ലോങ് വീഡിയോയ്ക്ക് കൂടുന്നില്ല, അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയണില്ല. നമ്മുടെ അങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ ജോലിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ വഴി. അപ്പോൾ ഇനി നാളെ രാവിലെ 9 മണിക്ക് കാണാം.